ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെട്ടിയതിൽ മന്ത്രിക്കും എംഎൽഎയ്ക്കും ചലച്ചിത്ര അക്കാദമി ചെയർമാനും പങ്കെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. സർക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം ഒഴിവാക്കിയ ഭാഗം ഉടൻ പുറത്തുവിടണം. കേസെടുക്കാത്തതിന് പിന്നിൽ ശക്തമായ ഇടപെടലാണെന്നും പ്രശ്നപരിഹാരത്തിന് കോൺക്ലേവ് എന്ന നിർദ്ദേശം പരിഹാസ്യമെന്നും സുധാകരൻ. ഹരിമോഹൻ കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. ഹരി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാരിന്റെ കടുംവെട്ടിനെതിരെ പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്തെത്തിയിട്ടുണ്ട്. കെപിസിസി പ്രസിഡന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെടാത്ത ചില ഭാഗങ്ങൾ അടർത്തി മാറ്റിയതിൽ നിന്ന് സിനിമാ മേഖലയിൽ നിന്ന് സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മൂവർ സംഘത്തിന് പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ ദുരൂഹമായ നടപടിക്ക് പിന്നിൽ കുറ്റാരോപിതരായ ഉന്നതരെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത പ്രകടമാണെന്നും സർക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം ഒഴിവാക്കിയ ഭാഗം ഉടനെ പുറത്തുവിടണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ 3 പേരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതിലൊന്ന് സിനിമാ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ എംഎൽഎയും, ഒരാൾ മന്ത്രിയും, ഒരാൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമാണ്. ഇതിൽ മന്ത്രിയും എംഎൽഎയും ആരാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ്. പക്ഷെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ളത് ഒരേ ഒരാൾ മാത്രമാണ്. അത് സംവിധായകനും തിരക്കഥാകൃത്തും നടനുമൊക്കെയായ രഞ്ജിത്ത് തന്നെയാണ്. ഇവർ മൂവരും ചേർന്നുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ സംവിധാനത്തിന്റെ പവർ ഗ്രൂപ്പായി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറം ലോകം കാണാൻ വെറും 4.5 കൊല്ലം വൈകിയതും വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച ഖണ്ഡികകൾക്ക് പുറമെ ചിലത് കൂടി സർക്കാർ സ്വമേധയാ വെട്ടിമാറ്റിയതും പദവിയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ഒരു ആവശ്യം കൂടി ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ കാര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ ചില ആളുകൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും അത് അടിയന്തരമായി അന്വേഷിക്കണമെന്നുമാണ് കെ സുധാകരൻ ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടിലും അതിനുശേഷമുള്ള ചില തുറന്നു പറച്ചിലുകളിലും പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ ക്രിമിനൽ സ്വഭാവമുള്ളവയാണ്. ലൈംഗികാതിക്രമവും ചൂഷണവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ദുരനുഭവം നേരിട്ടവർ നൽകിയ രഹസ്യമൊഴി പരിഗണിച്ച് സർക്കാരിന് കേസെടുക്കാവുന്നതാണ്. എന്നാൽ സർക്കാർ അതിന് തയ്യാറാകാത്തതിൽ ശക്തമായ ഇടപെടലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലഭിച്ച മൊഴികളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണം. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പരാതിക്കാരന് വേണ്ടി കാത്തു നിൽക്കില്ല. ഇത്രയും നാൾ നിയമ നടപടി സ്വീകരിക്കാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് തന്നെ ഗുരുതരമായ കൃത്യവിലോപമാണെന്നും സുധാകരൻ പറയുന്നു. സ്നേഹ. ശരി, തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.